നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാലിക്കറ്റ് സർവകലാശാല സെനറ്റ് യോഗത്തിൽ ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾ തമ്മിൽ കയ്യാങ്കളിയും സംഘർഷവും. ഇടത് അംഗങ്ങൾ നടപടിക്രമങ്ങൾ പാലിക്കാത്തത് UDF അംഗങ്ങൾ ചോദ്യം ചെയ്തു. ഇതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. ഏറ്റുമുട്ടൽ നിയന്ത്രിക്കാനാകാത്ത സാഹചര്യത്തിൽ വരെ ഈ ഒരു സംഘർഷം എത്തി. ഇതോടെ VC യോഗം പിരിച്ചുവിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇതിൽ പ്രകോപിതരായ ഇടത് അംഗങ്ങളും UDF അംഗങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള ഏറ്റുമുട്ടൽ ഉണ്ടായി. അതേസമയം നേരത്തെ കാലിക്കറ്റ് സർവകലാശാല സിൻഡിക്കേറ്റ് തിരഞ്ഞെടുപ്പിൽ 2 നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കാൻ ഗവർണർ ഉത്തരവ് നൽകിയതടക്കമുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമാണ്, വാർത്താ പ്രാധാന്യം നേടിയതായിരുന്നു. നേരത്തെ റിട്ടേണിംഗ് ഓഫീസർ തള്ളിയ 2 പത്രികകൾ സ്വീകരിക്കാനായിരുന്നു ഗവർണർ നിർദ്ദേശം നൽകിയത്. സ്ഥാനാർത്ഥികളായ പത്രിക നൽകിയ പ്രൊഫസർ P. രവീന്ദ്രൻ, പ്രൊഫസർ TM വാസുദേവൻ എന്നിവരുടെ പത്രികകൾ സ്വീകരിക്കാനായിരുന്നു ചാൻസലറായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നിർദ്ദേശിച്ചത്. തിരഞ്ഞെടുപ്പ് നടപടികൾ വീണ്ടും തുടങ്ങാനും ഗവർണർ നിർദ്ദേശം നൽകി. സർവകലാശാലയ്ക്ക് യോഗ്യതയില്ലെന്ന് കാട്ടിയായിരുന്നു ഇരുവരുടെയും പത്രിക റിട്ടേണിംഗ് ഓഫീസർ നേരത്തെ തള്ളിയത്. മാത്രമല്ല, ഈ കാലിക്കറ്റ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് ഗവർണർ നിർണായകമായ ചില തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് നൽകിയ പാനൽ അവഗണിച്ച് കാലിക്കറ്റ് സർവകലാശാല VCയെ ഗവർണർ നിയമിച്ചിരുന്നു. ഡോക്ടർ P. രവീന്ദ്രൻ താൽക്കാലിക VCയായി ചുമതലപ്പെടുത്തി ചാൻസലർ ഉത്തരവിറക്കിയിരുന്നു. ഡോക്ടർ MK ജയരാജ് വിരമിക്കുന്ന ഒഴിവിലേക്കായിരുന്നു നിയമനം നടത്തിയത്. സർവകലാശാല VC നിയമനങ്ങളിൽ മന്ത്രിയുടെയോ സർക്കാരിന്റെയോ ഇടപെടൽ പാടില്ല എന്ന സുപ്രീം കോടതി വിധി പരിഗണിച്ചായിരുന്നു ഗവർണർ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. കാലിക്കറ്റ് സർവകലാശാല ഫിസിക്സ് പ്രൊഫസർ ഡോക്ടർ പ്രബുദ്ധ് മനൻ, കേരള സർവകലാശാല ഹിന്ദി പ്രൊഫസർ ഡോക്ടർ ജയചന്ദ്രൻ, ഇംഗ്ലീഷ് പ്രൊഫസർ ഡോക്ടർ മീന പിള്ള എന്നിവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയ പാനലായിരുന്നു ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R. ബിന്ദു ഗവർണർക്ക് സമർപ്പിച്ചത്. അതേസമയം കഴിഞ്ഞ ദിവസം കേരള സർവകലാശാലയിൽ നാടകീയമായ രംഗങ്ങൾ അരങ്ങേറിയത് നാം കണ്ട കാഴ്ചയാണ്. കേരള സർവകലാശാല ആസ്ഥാനത്ത് ഗവർണർക്കെതിരെ SFI കനത്ത പ്രതിഷേധം നടത്തി. പോലീസ് സുരക്ഷ മറികടന്ന് ഗവർണർ പ്രസംഗിച്ച സെനറ്റ് ഹാളിന്റെ മുന്നിലേക്ക് SFI പ്രതിഷേധവുമായി എത്തുകയായിരുന്നു. ഗേറ്റിന് പുറത്ത് പ്രകടനം പോലീസ് തടഞ്ഞു. പക്ഷേ പ്രവർത്തകർ പിന്മാറാതെ വന്നു. ഇതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തുടർന്ന് അകത്ത് കയറിയ പ്രവർത്തകരാണ് സെനറ്റ് ഹാളിന് പുറത്ത് കുത്തിയിരുന്ന് പ്രതിഷേധിച്ചത്. സംസ്കൃത വിഭാഗത്തിന്റെ അന്താരാഷ്ട്ര സെമിനാർ ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗവർണർക്ക് നേരെയായിരുന്നു SFI പ്രതിഷേധം. സെനറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്തതിൽ അട്ടിമറി നടന്നിട്ടുണ്ടെന്നും യൂണിറ്റ് ഭാരവാഹികളെ സത്യപ്രതിജ്ഞ ചെയ്യാൻ അനുവദിക്കില്ലെന്നും ആരോപിച്ചായിരുന്നു SFI പ്രതിഷേധം. 2.5 വർഷത്തിന് ശേഷമാണ് സർവകലാശാല ചാൻസലർ കൂടിയായ ഗവർണർ കേരള സർവകലാശാല ആസ്ഥാനത്തെത്തിയത്. ഗവർണർക്കെതിരെ പ്രതിഷേധമുണ്ടാകുമെന്ന് SFI നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഗവർണർ ചടങ്ങിന് കയറിയതിന് പിന്നാലെയാണ് SFI പ്രതിഷേധ പ്രകടനവുമായി എത്തിയത്. സുരക്ഷയ്ക്കായി സെനറ്റ് ഹാളിനകത്തും പുറത്തും കൂടുതൽ പോലീസിനെ വിന്യസിച്ചെങ്കിലും പ്രതിഷേധം പ്രധാന കവാടം മറികടന്ന് സെനറ്റ് ഹാളിന് അരികിലെത്തുകയായിരുന്നു. ഹാളിനുള്ളിൽ SFIക്കാർ ഉണ്ടെന്ന നിഗമനത്തിൽ വാതിലുകളും ജനലുകളും പോലീസ് അടച്ചുപൂട്ടി. സർവകലാശാല ചുമതലകളിൽ നിന്ന് ഗവർണർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് SFI പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. പ്രതിഷേധം അവസാനിപ്പിച്ച് SFI മടങ്ങിയതിന് പിന്നാലെ ഗവർണർ പുറത്തേക്ക് വന്നിരുന്നു.